ചേച്ചിയുടെ നിന്ന് കത്തുന്ന കടലുകൾ എന്ന പുസ്തകം പുറത്തു വന്നപ്പോൾ ആ പുസ്തകം വായിച്ചവർക്കൊക്കെ പുസ്തകം നിന്ന് കത്തുന്നത് പോലെ ഒരു ഫീലായിരുന്നു. ഇത്രയ്ക്കൊക്കെ തുറന്നു പറയാമോ? ഇത്രയ്ക്കൊക്കെ ഒരു ജീവിതം ഉണ്ടോ? ഇങ്ങനെയാണോ ശരിക്കും എന്നുള്ളത്? ചേച്ചിക്ക് ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഉള്ള സൈഡ് എഫക്റ്റുകൾ എന്തായിരുന്നു? ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ തലതിരിഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ളൊരു ടൈറ്റിലുമായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, സത്യത്തിൽ എല്ലാം നമ്മളൊരു പേഴ്സണൽ അനുഭവമായിട്ട് തന്നെ നമ്മൾ റിലേറ്റ് ചെയ്ത് പറയാമെന്ന് വെച്ചാൽ, തല തിരിയാതെ ഒരു പ്രസവം പോലും ഓക്കെ അല്ല. കുഞ്ഞ് തല തിരിഞ്ഞില്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു വളരെ സിമ്പിളാണത്. അപ്പോൾ അതുപോലെ തല തിരിയുക എന്നുള്ളത് കുറച്ച് കാര്യങ്ങളെ നേരെയാക്കാനുള്ള ഒരു മെത്തേഡാണത്. അപ്പോൾ വേറെ ഒന്ന്, ഇപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ജീവിച്ച ജീവിതം അതെന്താണോ തലതിരിഞ്ഞതെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തോന്നാം. പക്ഷേ ജീവിക്കുന്ന ജീവിതം എവിടെയും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ആ ജീവിച്ച ആൾക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകവും പുറവും വ്യക്തമായി പറയാൻ കഴിയുന്നതും ആ ജീവിച്ച ആൾക്ക് മാത്രമായിരിക്കും. അത് പറയാൻ എന്തിനാ പേടിക്കുന്നത്? കാരണം ഇതൊക്കെ തന്നെയല്ലേ മനുഷ്യ ജീവിതം. ശരി, തെറ്റ്, കുറ്റം, നന്മ, തിന്മ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഫ്രെയിമുകളാണ്. ആ ഫ്രെയിമിനകത്ത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ ഇതിനെ കാണാൻ, മനസ്സിലാക്കാം. എനിക്ക് മനസ്സിലായതും ഞാൻ ജീവിച്ചതുമായിട്ടുള്ളൊരു ജീവിതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ആളുകൾ അതെങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, വായിച്ചവരെല്ലാം വളരെ സന്തോഷത്തോടും, അതായത് കൂടുതൽ സ്ത്രീകൾ തന്നെ, ഞങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലും വിളിച്ചത് സ്ത്രീകളാണ്. അതേസമയം ഒത്തിരി പുരുഷ സുഹൃത്തുക്കളും എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അത് എഴുതിയത് ഭയങ്കര ധൈര്യം തന്നെയാണ്. എന്നാലും ചിലർ ചോദിച്ചു, എന്തിനാ അത്രയൊക്കെ അങ്ങ് വേണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെ വീക്ഷണങ്ങളിൽ നിന്ന്, അവരുടെ ആകുലതകളിൽ നിന്ന് പറയുന്നതാണ്. പക്ഷേ ഈ ആകുലത എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ആ ആകുലത വരുന്നത് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ച ചില സദാചാര ബോധ്യങ്ങളിൽ നിന്നാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ആ ചോദ്യത്തിനും അവിടെ സാങ്കത്യമുണ്ട്. നമ്മളതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്നെ അത് എങ്ങനെ ബാധിച്ചു എന്ന് വെച്ചാൽ, എനിക്കത് പറയുന്നതിൽ കുഴപ്പമില്ല, അത് കൂടുതൽ പറയേണ്ട സമയമായി എന്ന് മാത്രമേ മനസ്സിലായതുള്ളൂ. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നോക്കുമ്പോൾ ലോകം മൊത്തം ഹൈലി പാട്രിയാർക്കിയലാണ്. അതിനകത്ത് പണിതുയർത്തിയ റിലീജിയസ് മൂല്യങ്ങളും കൂടി ആകുമ്പോൾ പൊതുവെ ആ പൊതു സ്ട്രക്ചർ എന്ന് പറയുന്നതിനകത്തേക്ക് വരാത്ത മനുഷ്യരുടെ, സ്ത്രീകളടക്കമുള്ള അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള ഏത് തരം സ്പെക്ട്രങ്ങളിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെയും ജീവിതം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു കാലത്ത് ഇത്രയെങ്കിലും പറയാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളെല്ലാം തലതെറിക്കാതെ എങ്ങനെ ജീവിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇനി ഇതൊക്കെ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉള്ളിലുണ്ട്.